ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. ഇന്നലത്തെ എപ്പിസോഡ് ശരിക്കും എല്ലാവരും കാണേണ്ട ഒരു എപ്പിസോഡാണ്. അക്ബറിന് വേണ്ടിയിട്ടുള്ള ഫ്രൈ, അതായത് അക്ബർ ഫ്രൈ അല്ല കേട്ടോ, അക്ബറിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ ഫ്രൈ ചെയ്ത് പൊരിച്ചങ്ങ് എടുക്കുന്ന ഒരു സീനാണ് കണ്ടത്. ഇന്നത്തെ എപ്പിസോഡിൽ ഏകദേശം ബിഗ് ബോസിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് കൃത്യമാണ്. നമ്മളൊക്കെ വിചാരിക്കും എല്ലാവർക്കും ഇട്ടും പണി കൊടുത്തു, എല്ലാവരെയും പറഞ്ഞു ബിഗ് ബോസ്, അനീഷിനെയും പറഞ്ഞു, അക്ബറിനെയും പറഞ്ഞു, ഷാനവാസിനെയും പറഞ്ഞു, എല്ലാവരെയും പറഞ്ഞു എന്ന്. ഷാനവാസിനാണ് കൂടുതൽ കിട്ടിയത്. ഒന്നുമല്ല കേട്ടോ, അക്ബറിന് വേണ്ടിയിട്ടാണ് ഇന്നലെ കളിച്ചത്. അക്ബറിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഷാനവാസിനെയാണ് അടിച്ചങ്ങിട്ടത്. ഈ ഒരു വോട്ട് റേഷ്യയിൽ നോക്കുമ്പം ഫസ്റ്റ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഷാനവാസും അനുമോളും അനീഷുമാണ്. ഇവരെ മൂന്നുപേരെയും താണ്ടി അക്ബറിന് മുകളിൽ എത്തണമെങ്കിൽ ഇവർ മൂന്നുപേരും പബ്ലിക്കിൻ്റെ മുമ്പിൽ മോശപ്പെട്ടവരായിട്ട് ചിത്രീകരിക്കണം. അത് പുറത്തുള്ളവർ ചെയ്യത്തില്ല, അത് ചെയ്യേണ്ടത് ബിഗ് ബോസ് തന്നെയാണ്. കാരണം ബിഗ് ബോസിൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അക്ബർ തന്നെയാണ്. അക്ബറിന് ഒരു കുറ്റവും ഇല്ല കേട്ടോ. അക്ബർ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഇത് പറയാനുള്ള കാര്യം എന്തെന്നറിയാമോ? ആര്യന് കൊടുത്ത സീക്രട്ട് ടാസ്ക് ഷാനവാസ് നശിപ്പിച്ചു ഉത്രേ. അതിന് വേണ്ടിയിട്ട് ഷാനവാസിനെ പൊരിച്ചങ്ങ് തട്ടുകയാണ്. ശരിക്കും ആ ഷാനവാസിനെ ഇൻസൾട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. ശരി, ആയിക്കോട്ടെ. ഇതേ സാധനം അക്ബർ ചെയ്തിട്ടില്ലേ? നൂറ ചെയ്ത ഒരു ടാസ്കിനെ നശിപ്പിച്ച് കൈ കൊടുത്തത് ആരായിരുന്നു? അതെന്താ? നൂറയ്ക്ക് കോയിൻസ് ഒന്നും വേണ്ടേ? എന്തുകൊണ്ട് ഷാനവാസിന് ആ സമയത്ത് ആ ചോദ്യം ചോദിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സംശയം തോന്നിയ ഒരു കാര്യമാണ്. എന്താണ് ഷാനവാസ് അതിനകത്തൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതെന്നുള്ളതാണ്. എന്തിന് എക്സ്പ്ലെയിൻ ചെയ്യണം? അതെ, ആ ടാസ്ക് ഞാൻ പൊളിച്ചു, എനിക്ക് താല്പര്യമില്ല. ആര്യന് കോയിൻസ് കിട്ടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയാൻ എന്താ ബുദ്ധിമുട്ട്? ആര്യൻ്റെ ടാസ്ക് ജയിപ്പിക്കണം എന്നുള്ളത് പിന്നെ ഷാനവാസിൻ്റെ ഉത്തരവാദിത്തമാണോ? ഷാനവാസിന് താല്പര്യമില്ല, അതുകൊണ്ട് സിമ്പിൾ. അത് നശിപ്പിക്കണമെന്ന് അയാൾക്ക് തോന്നി. അക്ബറിനൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ? നൂറയുടെ ഒരു ടാസ്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പോക്കർത്തരം കാണിച്ചത് അക്ബറാണ്. പക്ഷെ അക്ബറിന് ആരെങ്കിലും തെറി പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അക്ബറിനെ എന്തെങ്കിലും മോശം പറയുകയോ അക്ബർ ചെയ്തത് റോങ് എന്നോ ഷാനവാസിന് കിട്ടിയ കണക്ക് ഒരു എന്താ പറയണേ വഴക്ക് അക്ബറിന് കിട്ടിയതായിട്ട് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ഫസ്റ്റ് തിങ്, ഏറ്റവും കൂടുതൽ ടോപ്പിൽ നിൽക്കുന്ന അനീഷാണ്. ആസ് യൂഷ്വൽ ഞാൻ അനീഷിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അനീഷ് ഫേക്കാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടാൻ ഇനി തെറിയൊന്നുമില്ല കേട്ടോ. അമാതിരി തെറിയായിരുന്നു എൻ്റെ കമൻറ്റ് ബോക്സിൽ. സീരിയസ്ലി അയാൾ ഒരു മിസ്റ്റേക്ക് പേഴ്സൺ ആണെന്ന് എനിക്ക് വെരി ബിഗിനിങ്ങിലേ തോന്നിയിട്ടുണ്ടായിരുന്നു. അയാൾ ഉണ്ടെങ്കിൽ ഞാനിത് കാണില്ല എന്ന് വരെ വെച്ചിരുന്നു. പിന്നെ അയാൾ ഉപദേശിച്ച് ക്ലിയർ ആക്കുകയാണ് ചെയ്തത്. ഈ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ആൻഡ് ഇപ്പോൾ അയാൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്, പക്ഷേ ടോപ്പിലാണ് നിൽക്കുന്നത്. അയാളെ തട്ടി താഴെ ഇട്ടാൽ മാത്രമേ അക്ബറിന് മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഷാനവാസ് ക്വിറ്റ് ചെയ്ത് ഇറങ്ങി പോകണം. അതിന് വേണ്ടിയിട്ട് ഷാനവാസിനെ ഏറ്റവും കൂടുതൽ മെൻ്റൽ ടോർച്ചർ ചെയ്യുകയാണ്. ഒരു പേഷ്യൻ്റ് കൂടിയാണ് അയാൾ, ഹാർട്ട് പേഷ്യൻ്റാണ്. ഒത്തിരി നേരം അങ്ങനെ ഒരു പ്രഷർ ഐസ് ചെയ്ത ഒരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് വയ്യാണ്ടാവും, അയാൾ ഇല്ലാണ്ടാകും. അതുകൊണ്ട് തന്നെ അയാൾ ക്വിറ്റ് ചെയ്ത് പോകും. അപ്പോൾ ആ 2 കടമ്പ കഴിഞ്ഞു. ഇത് അനീഷും ഷാനവാസും കഴിഞ്ഞു. പിന്നെ ഇനി ആരാ അവിടെ ഏറ്റവും പ്രശ്നം? അനുമോളാണ്. അപ്പോൾ അനുമോളിന് PR ഉണ്ട്. അനുമോൾ ജയിച്ചാൽ അത് PR ജയിച്ചു എന്നങ്ങോട്ട് വരുത്തി തീർക്കുക. അനുമോൾ അത് ഏറ്റു പറയുന്നിടത്ത് ആ പ്രശ്നം തീർന്നു. ജയിച്ച ഭാവത്തിൽ നിൽക്കുന്ന ബിന്നിയെ കണ്ടപ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നിയത്. ഒരാളെ താഴ്ത്തി കെട്ടി ഇകഴ്ത്തി കെട്ടിയല്ല നീ ജയിക്കേണ്ടത്, നിന്റെ എബിലിറ്റിക്കാണ് നീ ജയിക്കേണ്ടത്. ബിന്നിയാണ് ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് ഞാൻ പറയും. അത്രത്തോളം മോശപ്പെട്ട ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഇതുവരെ നിങ്ങൾ കണ്ടില്ലേ? അവർക്ക് അത്രയും ഫേവർ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവരെ ഭർത്താവിനെ അവിടെ കടത്താനൊക്കെ പെർമിഷൻ കിട്ടിയത്. രണ്ടാമത്തെ കാര്യം, അവർക്ക് കിട്ടിയ നല്ലൊരു ഇമ്മ്യൂണിറ്റി ആയിട്ടുള്ളൊരു സാധനം അത് നൂറയ്ക്ക് പോലും കൊടുക്കാതെ കളഞ്ഞപ്പം ആ സ്ത്രീയുടെ ഉള്ളിലുള്ള ആ വക്രീയത അല്ലെങ്കിൽ ആ കുടിലത അത് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തം ഒരു രീതിയിലും അർഹതയില്ലാത്ത ഒരു സ്ത്രീ ആയിട്ട് എനിക്ക് മനസ്സിലായത് ബിന്നിയാണ്. കള്ളവേ പറയുള്ളൂ, കള്ളിയാണ്. വളരെ കുടില ബുദ്ധിയോടുകൂടി അവിടെ നിന്നതാണ്. ഇതിന് മുമ്പുള്ള കുറേ കണ്ടസ്റ്റൻറ്റ് പുറത്തു പോകാനുള്ള റീസണും ബിന്നിയാണ്. കാരണം നമ്മൾ ഈ കൂട്ടുകൂടുമ്പോൾ മറ്റുള്ളവർക്ക് കുറച്ച് അത്യാവശ്യം സ്ക്രൂ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരതിന് റിലേറ്റ് ചെയ്ത് പെർഫോമൻസ് കാണിക്കും. ഈ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് ആളുകൾ വോട്ടിടും, ഒരു പുറത്തേക്ക് പോകും. അവിടെ ഉണ്ടായിരുന്ന ചീവീട് ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, അത് പുറത്ത് പോകാനുള്ള റീസൺ തന്നെ ബെന്നിയാണ്. ബെന്നി അവിടെ അത്രത്തോളം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബെന്നിയാണ് ഇനി പുറത്തു പോകേണ്ടത്. ഇന്നത്തെ എപ്പിസോഡിൽ അത് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലായ കാര്യം പറഞ്ഞാണ്, ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസിനെ നശിപ്പിക്കാനുള്ള എല്ലാ എലമെൻറ്റും തപ്പി അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് മോഹൻലാൽ ആൻഡ് ടീം ചെയ്തത്. അതിലവർ സക്സസ് ആയി എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ ഈ പ്ലേ നശിപ്പിച്ചത് ലക്ഷ്മിയാണ്. ലക്ഷ്മി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല കണ്ടസ്റ്റൻ്റാണ്, സൂപ്പറാണ്, ടാലൻ്റ് ഉള്ളൊരു കുട്ടി. മാത്രമല്ല കൃത്യമായിട്ട് മോഹൻലാലിനും ബിഗ് ബോസിനും നല്ല ചെരുപ്പടിയാണ് ഒരു വിഷയം എടുത്തു പറയുന്നതിൽ കൊടുക്കുന്നത്. ഷാനവാസിനെ ചീത്തയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ അക്ബർ എഴുന്നേറ്റ് എന്ന് പറയുന്നു,
നിങ്ങൾ അത് കണ്ടുപിടിച്ചത് നന്നായി. ഞാൻ അവനെ എക്സ്പോസ് ചെയ്തു, അവനെ ചീത്തയാക്കാൻ എനിക്ക് സാധിച്ചു, ജനങ്ങൾക്ക് മുന്നിൽ അവനെ എനിക്ക് ചീത്തയാക്കാൻ സാധിച്ചു എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന അക്ബറിൻ്റെ അടുത്തേക്ക് ലക്ഷ്മി പറയുന്ന ഒരു കാര്യം അത് ഷാനവാസ് ഏറ്റുപിടിക്കുന്നുമുണ്ട്. അതെ, ഇത് അക്ബറിൻ്റെ ചതുരംഗ പ്ലേ ആയിരുന്നു. അക്ബർ മനഃപൂർവ്വം തന്നെയാണ് ഷാനവാസിനെ ചൂസ് ചെയ്തത്. ഷാനവാസ് ഈ ഗെയിം നശിപ്പിക്കുമെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. യഥാർത്ഥ കള്ളൻ അക്ബർ ആണ് എന്ന് ലക്ഷ്മി പറയുന്നിടത്ത് മോഹൻലാലും ഫ്ലോപ്പായി, ഈ ബിഗ് ബോസും ഫ്ലോപ്പായി. മോഹൻലാലിൻ്റെ മുഖം ചമ്മി നാറി ഒരു കോലാകുന്നുണ്ട്. ആകെ മൊത്തം ലക്ഷ്മി അവർക്ക് വലിയ ഒരു പ്രതിസന്ധിയാണ് കൊടുത്തിരിക്കുന്നത്. ലക്ഷ്മിക്ക് പുറത്ത് വലിയ അക്സെപ്റ്റൻസ് ഒന്നുമില്ല. ഒരുപാട് പേര് ലക്ഷ്മിക്ക് എഗൻസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. നിലപാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഡീഗ്രേഡിംഗ് ഒക്കെ നടന്നപ്പോഴും പാതിരാത്രി ആദിലയുമായിട്ട് അടി കൂടുന്നിടത്ത് കൃത്യമായി നിലപാടോടുകൂടി അവൾ സംസാരിക്കുന്നുണ്ട്. അവളുടെ കുഞ്ഞിനെ കാണിക്കുന്ന ഒരു ഇതും അവളെ ഇൻസൾട്ട് ചെയ്തത് കണക്ക് അതിനകത്ത് വേറെ ആരും ഇൻസൾട്ട് ചെയ്യപ്പെട്ടില്ല എന്ന് ഞാൻ പറയും. ലക്ഷ്മി ഇൻസൾട്ടഡ് ആയതുപോലെ ബിഗ് ബോസിൽ വേറെ ആരും ഇൻസൾട്ടഡ് ആയിട്ടില്ല. പക്ഷേ അതിനെ ഒരു തുള്ളി കണ്ണീര് കൊണ്ട് പോലും പ്രതികരിക്കാതെ ശക്തയായി നിൽക്കുന്ന സ്ത്രീ എന്ന് അക്ഷരാർത്ഥത്തിൽ വിളിക്കാൻ സാധിക്കുന്ന ഒരു പെണ്ണ് അത് ലക്ഷ്മി തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ ലക്ഷ്മി ചെയ്തത് സൂപ്പർ കിടുക്കാച്ചി, ഒന്നും പറയാനില്ല, നന്നായിരുന്നു. പക്ഷേ ഷാനവാസ് അതിൽ കയറി പിടിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ അടുത്ത് ലക്ഷ്മി പറഞ്ഞതിനെ ബേസ് ചെയ്ത് സംസാരിക്കുമ്പോഴും അവന് കാര്യം മനസ്സിലാകുമ്പോഴും ഷാനവാസ് പിന്നെയും മിസ്റ്റേക്ക് കാണിക്കുമ്പോൾ ലക്ഷ്മി അതെടുത്ത് പറയുന്നുണ്ട്, യു ആർ മിസ്റ്റേക്കഡ്. അതായത് അവൾക്കൊരു ഭാഗമില്ല, പക്ഷപാതമില്ല. അവൾ കാണുന്നത് പറയുന്നു, അവൾക്ക് തോന്നിയത് ചെയ്യുന്നു. അതായത് തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് തന്നെ പറയണം. അത് ബിഗ് ബോസ് ആയിരുന്നാലും ആരായിരുന്നാലും ശരി തന്നെ ശക്തമായി ബിഗ് ബോസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ മുന്നിലേക്ക് ഞാൻ പറഞ്ഞത് ശരി, ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഞാൻ നോർമലൈസിനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞെടുത്ത് തന്നെ അവളുടെ ശക്തി അവളോട് കാണിച്ചതാണ്. പോയാൽ പോകട്ടും എന്നൊരു ടൈമാണ്. ഞാൻ ഇന്നലെ കുറേ അധികം ട്രാൻസ് വിഭാഗത്തിൻ്റെ ഒരു ഫംഗ്ഷൻ, നാദിറ മെഹറിൻ്റെ ഒരു ഫംഗ്ഷൻ കണ്ടിരുന്നു. അതിനകത്ത് കുറേ പേര് അവർക്ക് ചർച്ച തന്നെ ഇതാണ്, നിങ്ങൾ ഞങ്ങളെ വീട്ടിൽ കയറ്റുമോ, ഞങ്ങളെ വീട്ടിൽ കയറ്റുമോ, ഞങ്ങളെ കൊഞ്ഞല്ലേ അധികം, നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണ് നിങ്ങളെ വീട്ടിൽ കയറ്റാത്തത്. നിങ്ങളെ വീട്ടിൽ കയറ്റാത്ത ഒരു അവസ്ഥയുണ്ട്, നിങ്ങളുടെ കയ്യിലിരിപ്പ് അത്രത്തോളം ഭയാനകമായതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ സഹതാപം അർഹിക്കുന്ന, അത്യാവശ്യം ആളുകളുടെ കെയർ അർഹിക്കുന്ന ആൾക്കാരാണ്. ആ കെയർ നഷ്ടപ്പെടുത്താൻ ഈ അഹങ്കാര വർത്താനം ഉപകരിക്കും എന്നുള്ളത് മറന്നു പോകണ്ട. അത് മറ്റൊരു വിഷയമായിട്ട് ഇതിനകത്ത് ചേർത്ത് പറയുന്നില്ല. ഇന്നലത്തെ ബിഗ് ബോസിൽ മിക്കവാറും ഷാനവാസ് ക്വിറ്റ് ചെയ്ത് പോകും. കാരണം അയാളൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, അയാൾക്കത് വയ്യാണ്ടായിരിക്കുന്നു. അയാൾ ഇന്നലെ കൊല വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ പറഞ്ഞൊരു കാര്യമാണല്ലോ, ഇവിടെ കാർഡുകളൊന്നും പാടില്ല എന്ന്. അവിടെ ഒരു സിസ്റ്റർ ബ്രദർ കാർഡുണ്ടല്ലോ, അത് പ്രശ്നം തന്നെയാണ്. അത് ഷാനവാസിന് മനസ്സിലാകാവുന്ന തരത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അയാൾ എന്ത് ചെയ്യണം എന്നുള്ളത് അയാളുടെ ഇഷ്ടം. പക്ഷെ അത് മോശപ്പെട്ട ഒരു കാർഡ് ഇറക്കൽ തന്നെയാണ്. അത് സ്റ്റോപ്പ് ചെയ്യേണ്ട അനിവാര്യ ഘട്ടം എടുത്തിട്ടുണ്ട്. ആദില പട്ടി ഷോ പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരോടെ ഇരുന്ന് ന്യൂറയുടെ അടുത്ത് പോയി പറയുന്നുണ്ട്, ഞാൻ ഇൻഡിപെൻഡൻ്റായി നിന്ന് കളിക്കും, ഞാൻ ഇൻഡിപെൻഡൻറ്റ് കണ്ടസ്റ്റൻ്റ് ആണ് എന്ന്. ആദിലയുടെ കയ്യിൽ ഒരു വാഴയില്ല, കുറച്ച് അഹങ്കാര വർത്തമാനം പറയാനുള്ള നാക്കുണ്ട്, ഒരു തൊലിക്കട്ടിയുണ്ട്, ആരെ എന്തും അങ്ങ് പറഞ്ഞു കളയെന്ന് അടിക്കാൻ കയറാന്നുള്ളൊരു തൻ്റെ ഇടോ ഒരു അഹങ്കാര വർത്താനം സാധിലയുടെ ഉണ്ടെന്നല്ലാതെ അവൾക്ക് ഗെയിമും അറിയത്തില്ല, ഗെയിം എങ്ങനെ കൊണ്ടുപോകണമെന്നും അറിയത്തില്ല. ഒരു ജനറസ് ആയിട്ട് വർത്താനം പറയാനോ ഒരു മനുഷ്യരോട് സഹതാപമോ സഹാനുഭൂതിയോ ഒന്നും ഇല്ലാത്തൊരു പെണ്ണാണ് ആദില. അതേസമയം നൂറ കുറച്ചുകൂടെ ടാലൻറ്റഡ് ആണ്. നൂറ 5 വരണമെന്നുള്ളതും എനിക്ക് ആഗ്രഹമാണ്. പക്ഷെ നടക്കുന്നില്ലെന്ന് എനിക്കറിയത്തില്ല. ഏകദേശം നൂറ മിണ്ടാതിരുന്ന് കേൾക്കുന്നുണ്ട്. അവൾക്കതിൽ നല്ല സങ്കടമുണ്ട്. കാരണം അവൾക്ക് ആകെ ഇപ്പോൾ അറിയാനുള്ള ഒരു ബന്ധു എന്ന് പറയുന്നത് ഷാനവാസാണ്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് ഗേളാണ് നൂറ. അതുകൊണ്ട് തന്നെ നൂറ ഈ ആദിലയുടെ ആ തീരുമാനത്തിൽ കുറച്ച് പകച്ചിട്ടുണ്ട്. ഇനി ഷാനവാസുമായിട്ട് ഒരു സഹോദര ബന്ധം ഉണ്ടാവത്തില്ല. അവിടെ ഒരു ഗെയിമാണ്, ആ ഗെയിം കളിക്കാനാണ് വന്നതെന്ന് പറയുമ്പോൾ നൂറ ഒരു നല്ല രീതിയിൽ ബുദ്ധിമുട്ടായി വിഷമിച്ച് കയറിയിരിക്കുന്നതിൻ്റെ റീസൺ അതാണ്. അവൾക്ക് മനസ്സിലായിട്ടുണ്ട് ആകെ ഒരു റിലേഷൻ എന്ന് പറയാൻ അവൾക്ക് ഇഷ്ടമുള്ള ഒരാൾ ഷാനവാസായിരുന്നു. പുള്ളിയെയും പറ്റില്ല എന്ന് ആദില പറയുന്നതാണ്. അപ്പോൾ ആദിലയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട, ആദില ആ സൗഹൃദ ബന്ധവും കളഞ്ഞാൽ പോരെ. ഇപ്പോൾ ആദിലയാണ് അവ അടിച്ചത്, നൂറയല്ല. ആദില അടിച്ചപ്പോൾ ആദിലയ്ക്ക് അത്രയും വിഷമമുണ്ടായി. ആദില തിരിച്ച് സ്റ്റെയർ ചെയ്തു. പിന്നീട് ആ ഒരു വേറെ ആരെങ്കിലുമാണ് അടിച്ചെങ്കിൽ നീ പ്രശ്നം ഉണ്ടാക്കത്തില്ലെന്ന് മോഹൻലാൽ ചോദിച്ചതിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഈ ബഹളം ഉണ്ടാക്കുന്നത്. ആദില മിണ്ടണ്ട, ആ നൂറ എടുത്ത് പറയണ എന്തിനാണ്? അതായത് ആ ഒരൊറ്റ വിഷയത്തിൽ തന്നെ നൂറ എന്ന കുട്ടി ആദിലയുടെ കയ്യിലെ കളിപ്പാവയാണെന്ന് വ്യക്തമാണ്, സ്പഷ്ടമാണ്. ഇതേ സാധനം ആര്യൻ നൂറ എടുത്ത് ചെയ്യുന്നുണ്ടല്ലോ, നൂറ തിരിച്ചൊന്നും പറയുന്നില്ലല്ലോ, ചന്തിക്കിട്ടടിച്ചെന്നുള്ളൊരു അത് ട്രോളായിട്ട് കിടക്കുന്നുണ്ടല്ലോ. അപ്പം പലർക്കും പല രീതിയിലുള്ള ഇതാണ്. നീ ചെയ്യുന്നത് കുഴപ്പമില്ല, ഇവൻ ചെയ്യുന്ന പ്രശ്നമാണ് എന്ന് പറയുന്നിടത്ത് ബിഗ് ബോസിൻ്റെ ഇരട്ടത്താപ്പ് അവിടെ വ്യക്തമാണ്. ഏതായാലും അനീഷിനെയും ചീത്തയാക്കി, പിന്നെ നമ്മുടെ അനുമോളെയും ചീത്തയാക്കി, ഷാനവാസിനെ മൊത്തത്തിൽ ചീത്തയാക്കി,
അക്ബറിനെ അങ്ങ് മേളിൽ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പരാജയപ്പെട്ട ഒരു തീരുമാനമാണെന്ന് ഞാൻ പറയും. കാരണം ഏറ്റവും വൃത്തികെട്ടവനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അക്ബർ തന്നെയാണ്. ഷാനവാസ് പോലും അങ്ങനെയല്ല. ഷാനവാസിനോട് പെങ്ങന്മാരുണ്ട്, അക്ബറിന് അതില്ല. അതിൽ നിന്ന് തന്നെ വ്യക്തം. പിന്നെ ഷാനവാസ് അവൻ്റെ ഒരു കുടുംബ സാഹചര്യത്തിൽ ചിലപ്പോൾ ആണുങ്ങൾക്ക് പ്രിയോറിറ്റി ഉള്ള ഒരു കുടുംബമായിരിക്കും. അതുകൊണ്ടായിരിക്കും സ്ത്രീകളെടുത്ത് അങ്ങനെ ഒരു സെക്കൻഡ് ഓപ്ഷൻ പോലെ പെരുമാറുന്നത്. അതേസമയം അക്ബർ അങ്ങനെയല്ല, അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. അവഹേളനം എന്നുള്ളതും കുറച്ചൊന്ന് ഡോമിനേറ്റ് ചെയ്യണതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആദില നൂറ സത്യം അവരുടെ കാര്യത്തിലും ഇന്നലെ ഒരു ഓപ്പൺ അപ്പ് ഉണ്ടായിട്ടുണ്ട്. ആകെ മൊത്തം ഇന്നലത്തെ ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ട് തന്നെ ബിഗ് ബോസിൽ എന്താ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. അനുമോളെ എത്ര ഡിഗ്രേഡ് ചെയ്തിട്ടും കാര്യമില്ല. അനുമോൾ അത്രയും ഫാൻ ഫെയിം പുറത്തുള്ള ആളാണ്. അനീഷിൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ല. ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അനീഷിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മേ ബി അനീഷിനും അത്രത്തോളം സപ്പോർട്ട് പുറത്തുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കി എല്ലാവരും ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. അറിയില്ല ഇത് എവിടെ പോയി നിൽക്കുമെന്ന്. എന്തായാലും ഇന്നലത്തെ എപ്പിസോഡ് മിസ്സാക്കാതെ നിങ്ങൾ പോയി കാണണമെന്നാണ് പറയുന്നത്. അതിനകത്ത് നമുക്ക് കാണുമ്പോൾ എല്ലാവരെയും ഫ്രൈ ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നതെങ്കിലും അത് ഫ്രൈ ഒന്നുമല്ല. അത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെയും മോഹൻലാലിൻ്റെയും സ്ട്രാറ്റജി തന്നെയാണ് അക്ബറിനെ ജയിപ്പിക്കാൻ, അക്ബറിനെ നല്ലവനാക്കാൻ. നിങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ഒരു ചെന്നായയാണ്. അതിനെ ആട്ടുംതോലാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടൊന്നും കാര്യമില്ല. ഇത് ചെന്നായ എന്നു തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. സുഖമില്ലായ്മ കാരണമാണ് ലേറ്റായത്. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.